കറുമ്പന്റെ പെണ്ണ്. രചന ബിബിൻ എസ് ഉണ്ണി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തന്റെ മുന്നിലായി ആരോ നിൽക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് അരുൺ മുഖമുയർത്തി നോക്കിയത്. തന്റെ മുന്നിൽ ചെറുപുഞ്ചിരിയോടെ ചായ ട്രേയുമായി നിൽക്കുന്ന ആതിരയുടെ കണ്ണുകളുമായി അവന്റെ കണ്ണുകൾ കുരുത്തതും ഒരു നിമിഷത്തേക്ക് അവനെല്ലാം വിസ്മരിച്ചു. ആതിരയെ തന്റെ ഏട്ടന് വേണ്ടി പെണ്ണ് കാണാൻ വന്നാണെന്നും അവൾ ഇന്നു മുതൽ തന്റെ ഏട്ടത്തിയാണെന്ന് അവൻ മറന്നുപോയിരുന്നു. അവൾ ട്രേ അവന് നേരെ വീണ്ടും നീട്ടിയതും അവന് യാന്ത്രികമായി തന്നെ ട്രേയിൽ നിന്നൊരു ചായ ഗ്ലാസ് എടുത്തു. മോളെ ആതിരേ. അരുണിന്റെ അച്ഛന്റെ ദേഷ്യത്തോടെയുള്ള വിളിയാണ് അരുണിനെ സ്വഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അവൻ ചുറ്റും നോക്കിയതും അവിടെയുള്ളത് മുഴുവൻ തങ്ങളെയാണ് നോക്കുന്നതെന്നറിഞ്ഞതും അരുൺ ചെറിയൊരു പരിഭ്രമത്തോടെ ആതിരയെ നോക്കി. പക്ഷെ അവനെ നോക്കി ചെറിയ ചിരിയോടെ ചായ ട്രേ അരുണിന്റെ അടുത്തിരിക്കുന്ന അമ്മയുടെ നേരെ നീട്ടി. അവനൊന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് തനിക്ക് തന്നതിന് ശേഷമാണ് ആതിര മറ്റുള്ളവർക്ക് ചായ കൊടുക്കുന്നത് കണ്ടത്. അതുകൊണ്ട് അരുൺ അനിയെ നോക്കിയതും അവൻ തന്നെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അവൻ പതർച്ചയോടെ തലതാഴ്ത്തി. മോൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ, സാരമില്ല. ആതിരയുടെ പ്രവൃത്തി കണ്ട് അരുണിന്റെ അച്ഛനൊരു ചിരിയോടെ എല്ലാവരോടുമായി പറഞ്ഞു. അബദ്ധം പറ്റിയതല്ല മാമ, എനിക്ക് ഈ കർമ്മനെയാ ഇഷ്ടം. ആതിര ചെറുചിരിയോടെ അരുണിനെ ചൂണ്ടി തന്റെ ഇഷ്ടം എല്ലാവരോടുമായി പറഞ്ഞതും അത് കേട്ട് കുടിച്ചുകൊണ്ടിരുന്ന ചായ അരുണിന്റെ തലമണ്ടയിൽ കയറി. അവനൊന്ന് ആഞ്ഞു ചുമച്ചതും അത് കണ്ട് അവന്റെ അടുത്തിരുന്ന സീത ചെറിയൊരു ചിരിയോടെ അവന്റെ തലയിൽ ചെറുതായി തട്ടിക്കൊടുത്തു. മോളെന്താ പറഞ്ഞേ? അരുണിന്റെ അമ്മ വിശ്വാസം വരാത്ത പോലെ ആതിരയോട് ചോദിച്ചു. അപ്പോഴും അവൾ പറഞ്ഞത് വിശ്വാസം വരാതിരിക്കായിരുന്നു ബാക്കിയുള്ളവരെല്ലാം. അത് എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് അനിയേട്ടനെ ഇഷ്ടം. അനിയേട്ടൻ എനിക്ക് എന്റെ അനന്തവേട്ടനെ പോലെ തന്നെയാ. അത് ഞാൻ പലവട്ടം അനിയേട്ടനോട് പറഞ്ഞിട്ടുള്ള. പക്ഷെ ഇങ്ങനെ അവൾ അതും പറഞ്ഞ തലതാഴ്ത്തി നിന്നും അരുണ് വിശ്വാസം വരാത്ത പോലെ ആതിരയെ നോക്കി. അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ളവര്. നിനക്കെന്താ അരുണെ പറയാനുള്ളത്? ഒരു നിമിഷം കഴിഞ്ഞതും ആതിരയുടെ അച്ഛൻ അരുണിനോട് ചോദിച്ചു. അപ്പോഴേ എന്ത് പറയണമെന്ന് അറിയാതിരിക്കായിരുന്നു അരുൺ. എടാ, ഇനിയെങ്കിലും നിന്റെ മനസ്സിലെ തുറന്നു പറ, വെറുതെ ഈഗോയും കെട്ടിപ്പിടിച്ചിരിക്കാതെ. അരുണിന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഇല്ലാന്ന് കണ്ട് സീതാവിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് സീതയെ നോക്കി. അങ്കിളെ, ഇവൻ ആതിരെന്ന് വെച്ചാൽ ജീവനാ. ഇവളെപ്പോഴും കർമ്മകർമ്മന്ന് വിളിക്കുന്നുണ്ടോ, പിന്നെ അനന്തുവിനെ പെങ്ങളായതുകൊണ്ടൊക്കെയാ ഇതുവരെ ഇവൻ ഈ കാര്യങ്ങളോടോ മറ്റുള്ളവരോടോ പറയാഞ്ഞത്. സീത പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞതും അത് കേട്ട് വിശ്വാസം വരാത്ത പോലെ എല്ലാവരും അരുണിനെ നോക്കിയപ്പോൾ ആതിരയുടെ ചുണ്ടിൽ മാത്രം നാണം കലർന്നൊരു ചിരി വിരിഞ്ഞു. അവൾ ഒളികണ്ണാൽ അരുണിനെ നോക്കി. പക്ഷെ അരുണിന്റെ തല മാത്രം അപ്പോഴും താഴ്ന്നിരിക്കുകയായിരുന്നു. സീത പറഞ്ഞത് ശരിയാണ് അരുണേ. സീത പറഞ്ഞു കേട്ട് ആതിരയുടെ അച്ഛൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അരുൺ അദ്ദേഹം തലയാട്ടി. ആ, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ, അല്ലേ രവി? ആതിരയുടെ അച്ഛൻ അത് പറഞ്ഞ ചിരിയോടെ അരുണിന്റെ അച്ഛനെ നോക്കിയതും അത് കണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തിന് മറുപടി അറിയാനായി അയാളെ നോക്കി. ആ, പിള്ളേരല്ലേ ജീവിക്കേണ്ടത്, അപ്പൊ അവരുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ, അരുണിന്റെ അച്ഛൻ പറഞ്ഞു. അത് കേട്ട് വിശ്വാസം വരാത്ത പോലെ അരുൺ അച്ഛനെ നോക്കി. ഇപ്പൊ അവനെ എടുത്തു പറയാനായിട്ട് ഒരു ജോലിയില്ല. 1 വർഷം സമയം കൊടുക്കാം. അതിനുള്ളിൽ അവന് സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ കല്യാണം നടത്താം. എന്തേ? അതുപോലെ അരുണേ, അരുണിന്റെ അച്ഛൻ പറഞ്ഞു കേട്ട് ആതിരയുടെ അച്ഛൻ അവനോട് ചോദിച്ചു. അത് മതി, അതിനുള്ളിൽ ഞാനൊരു ജോലി കണ്ടുപിടിച്ചോളാം, അരുൺ പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെയും ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പക്ഷെ അപ്പോഴും അനിയുടെ ഉള്ളിൽ ദേഷ്യമായിരുന്നു. തന്റെ കല്യാണം ഉറപ്പിക്കാനായി വന്ന് തനിക്ക് പറഞ്ഞ പെണ്ണുമായി തന്റെ അനിയന്റെ കല്യാണം ഉറപ്പിച്ചേൽ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കല്യാണം ഇപ്പൊ തന്നെ ഉറപ്പിച്ചോ. ഇവന് ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടുണ്ട്. ഇന്നലെ എന്റെ കൈ കിട്ടിയതാ. നാളെ ഇവന്റെ പിറന്നാളല്ലേ, അന്ന് പറയാൻ കരുതിയാൽ ഞാൻ ലെറ്റർ ആരെയും കാണിക്കാഞ്ഞത്. എന്നാലും ഇത് ഇത്രയായ സ്ഥിതിക്ക് നാളെ പറയുന്നതിനേക്കാൾ നല്ല ഇന്ന് തന്നെ പറയുന്നതാ. സീത അരുണിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ അവനെ നോക്കി. അരുൺ വിശ്വാസം വരാത്ത പോലെ സീതയും ആതിരയും മാറി മാറി നോക്കി. ജോലി കിട്ടിയ കാര്യം അറിഞ്ഞതും ആതിരയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു വന്നു. അവൾ ചെറുചിരിയോടെ തന്നെ ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് അമ്മയെ നോക്കിയതും ആതിരയുടെ അമ്മ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവരുടെ തോളിലേക്ക് മുഖം ചായച്ചു. ഒളികണ്ണാലെ അവൾ അരുണിനെ നോക്കി. അപ്പോൾ അവന്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. എന്നാ പിന്നെ ഇനി കല്യാണ കാര്യത്തിലേക്ക് കടന്നേക്കാം. അതിനു മുമ്പ് കുട്ടികളെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവട്ടെ അല്ലേ, അതാണല്ലോ നാട്ടുനടപ്പ്, ആതിരയുടെ അച്ഛൻ ചോദിച്ചു. അരുണിന്റെ അച്ഛനത് ശരിവെച്ചു. എന്നാ മോളെ, നീ അരുണിനെയും കൂട്ടി മുറിയിലേക്ക് പോയിക്കോ, ആതിരയുടെ അച്ഛൻ പറഞ്ഞു കേട്ട് അവൾ അരുണിനെയും നോക്കി അകത്തേക്ക് വലിഞ്ഞു. ഇനിയെങ്കിലും മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞേക്കണം, അരുൺ എണീറ്റതും സീത അവനോട് പറഞ്ഞു. അത് കേട്ടവൻ സീതയെ നോക്കി കണ്ണടച്ച് കാണിച്ച് അകത്തേക്ക് നടന്നു. അരുൺ ആതിരയുടെ മുറിയിലേക്ക് ചെന്നു. ആദ്യം നോക്കിയ ജനലിന്റെ അടുത്തേക്കായിരുന്നു. സാധാരണ അവിടെയാണല്ലോ ഈ സന്ദർഭങ്ങളിൽ പെണ്ണ് ചെന്ന് നിൽക്കാറുള്ളത്. പക്ഷെ ഇവിടെ പതിന് വിപരീതമായിട്ട് ആതിര ജനലിന്റെ അവിടെ ഇല്ലായിരുന്നു. ഇനി ഇതല്ലേ ആതിരയുടെ മുറി? അവൻ സംശയത്തോടെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾ മുറിയിൽ കയറി വന്ന് വാതിലടച്ചു. അരുണിന് മുന്നിൽ മാറിൽ കൈ പിണച്ചിട്ട് അവനെ തന്നെ നോക്കി അവൾ നിന്നതും ഒരു വേള തന്റെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ അവന് തോന്നി. ഓർമ്മ വെച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും ഇത്രയും അടുത്ത് അവൾ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ അടച്ചൊരു മുറിയിൽ തന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആതിരയെ കണ്ട് അരുണിന്റെ തൊണ്ടയിലൂടെ ഉമിനീര് പറ്റി. ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ആതിര അരുണിനെ തന്നെ കുറച്ചേരം നോക്കിയെന്ന ശേഷം പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴും നിന്നെടുത്തുന്ന ഒരു അടി പോലും നടക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു അരുൺ. ആതിര അവന് മുമ്പിൽ വന്ന് നിന്നപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകളുടെയും നോട്ടങ്ങൾ മാറിയിരുന്നില്ല.
ആതിര അവന് മുമ്പിൽ ചെന്ന് നിന്നു. പിന്നെ പെരുവിരൽ പൊങ്ങി അരുണിന്റെ അധരത്തോട് അവിടെ അധരം ചേർത്ത് വെച്ചു. അവനൊരു നിമിഷം വേണ്ടി വന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. തന്റെ ഇണയുടെ ആദ്യ ചുംബനം ഏറ്റുവാങ്ങിയതും ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരിയോടെ അവളുടെ അധരങ്ങളെ അവൻ സ്വന്തമാക്കി. അതോടൊപ്പം അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ തന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ഇട്ട് അവനിലേക്ക് അവൾ ചേർന്ന് നിന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം പിരിയാൻ മനസ്സിലാതെ രണ്ട് അധരങ്ങളും വേർപ്പെടുത്തിയവർ ശ്വാസം ആഞ്ഞു വലിച്ചു. അരുണിനപ്പോഴും ഇപ്പോൾ നടന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അത് മനസ്സിലാക്കിയ പോലെ ആതിര വന്ന് രണ്ട് കൈ കൊണ്ട് അവൻ ഇറുകെ പൊണന്നു. അവന്റെ നെഞ്ചിരിപ്പിന്റെ താളം കേട്ട് അവനോട് ചേർന്ന് നിന്നു. മാപ്പ്, ഇതുവരെ കളിയാക്കിയതിനും കളിപ്പിച്ചതിനും. കറുമ്പ എന്ന് വിളിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അരുണേട്ടിന്റെ കയ്യിൽ നിന്ന് വഴക്കോ രണ്ട് തല്ലോ കിട്ടുമെന്ന് കരുതി. അറിയാത്ത പ്രായത്തിൽ വിളിച്ചു തുടങ്ങിയതിനൊരു ചെറിയ ശിക്ഷ അത്രയും ഞാൻ അരുണേട്ടിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് പിന്നെയൊക്കെ അങ്ങനെ വിളിച്ചത്. പക്ഷെ ഓരോ തവണ ഏട്ടനൊന്നും പറയാതെ പോകുമ്പോൾ ഏട്ടനേക്കാൾ വിഷമം എനിക്കായിരുന്നു. ഇതെല്ലാം ഏട്ടനോട് തുറന്നു പറയണമെന്ന് പലവട്ടം ചിന്തിച്ചാ. പലവട്ടം ഏട്ടൻ്റെ മുമ്പിൽ വന്നു നിന്നോ. പക്ഷെ അന്നൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. എല്ലാവരുടെയും മുമ്പിൽ കാന്താനിയും കുറുമ്പിയായിട്ട് നടക്കുന്നവള് ഏട്ടൻ്റെ മുമ്പിൽ വരുമ്പോൾ മാത്രം പൂച്ചിക്കുട്ടിയായി പോകും. സാധാപത്തിന്റെ പുറത്തു തോന്നിയ വെറും സ്നേഹമാണോ? ആതിര പറഞ്ഞു നിർത്തിയതും അരുൺ അവളോട് ചോദിച്ചു. ഒരിക്കലുമല്ല. ആദ്യം കളിയായിട്ടായിരുന്നു കുട്ടിക്കാലത്ത് കറുമ്പാന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഏട്ടനെ വിളിക്കുന്ന കേട്ട് അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും എന്നെ വഴക്കുറങ്ങിയ ശേഷം പിന്നെ ദേഷ്യത്തോടെ വിളിച്ചു. കറുമ്പാന്ന് വിളിക്കുന്നവരെല്ലാം തല്ലുന്ന അരുണേട്ടൻ. ഞാൻ അങ്ങനെ വിളിച്ചവർ ചിരിയോടെ മാറിപ്പോവുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. പിന്നെ എപ്പോഴും ഈ മുഖം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു. ഊണിലും ഉറക്കിലൊക്കെ ഈ മുഖം മാത്രമായി എൻ്റെ ഉള്ളിൽ. എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് മുന്നേ അറിഞ്ഞ് അത് നേടി ആരും കാണാൻ എൻ്റെ ഏട്ടൻ്റെ കൈ കൊടുത്തിടുന്ന ഈ കറുമ്പനെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. അതൊരു ആരോടും തോന്നാത്തൊരു ഫീൽ ഏട്ടനോട് തോന്നി തുടങ്ങി. വളരുന്നതിനോടൊപ്പം അതൊരു ഇഷ്ടമായും പിന്നെ പ്രണയമായും വളർന്നു. പക്ഷെ എൻ്റെ ഈ ഇഷ്ടം, എൻ്റെ പ്രണയം ഏട്ടനെ അറിയിക്കാൻ മാത്രം എല്ലാവരുടെയും ഈ ചട്ടമ്പിക്കലി എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇന്നെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഏട്ടനെനിക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് ഏട്ടനില്ലാതെ പറ്റില്ല ഏട്ടാ. അത്രയ്ക്ക് ഞാൻ ഏട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. ആതിര പറയുന്നതിനോടൊപ്പം തന്നെ ആളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. തന്റെ ഷർട്ടിൽ നനവറിഞ്ഞതും അരുൺ അവളെ തന്നെ നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റി ആ മുഖം തന്റെ കൈക്കുമ്പിലെടുത്ത് ആ കണ്ണുനീർ തുടച്ചു കളഞ്ഞു. ആ കണ്ണുകളിൽ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. തന്റെ ഇരു കണ്ണുകളും അടച്ചവൾ അവന്റെ ചുംബനങ്ങളെ ഏറ്റുവാങ്ങി. തനിക്ക് അവളോടുള്ള പ്രണയത്തിന്റെ 10 മടങ്ങ് അവൾക്ക് തന്നോടും ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് അവൻ അത്രമേൽ സന്തോഷവാനാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയും. അവനവളെ ഒന്നുകൂടെ തന്നെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. അതെ, മതി, ഇനി കല്യാണം കഴിഞ്ഞ് ബാക്കി റൊമാൻസ് അടിക്കാം. പെട്ടെന്ന് അവിടേക്ക് കയറി വന്ന സീത രണ്ടുപേരോടുമായി പറഞ്ഞതും അവർ പരസ്പരം അടർന്നു മാറി. പെട്ടെന്ന് അവിടെ സീതയെ കണ്ടതും ആതിര നാണത്തോടെ തലതാഴ്ത്തി അവളുടെ കണ്ണുകൾ തുടച്ചു. എടി പെണ്ണേ, നിനക്ക് നാണോ? എനിക്ക് വയ്യ. ആതിരയുടെ നാണം കണ്ട് സീത പറഞ്ഞു. ആതിര പെട്ടെന്ന് തന്നെ അരുണിന്റെ പുറകിലേക്ക് വലിഞ്ഞു. അങ്ങനെ ഒളിച്ചു നിൽക്കാതെ വാ പെണ്ണേ. അല്ല, നീ കരഞ്ഞോ? എന്തു പറ്റി മോളെ? യോഹനോ പറഞ്ഞോ? സീത ആതിരെ അരുണിന്റെ പുറകിൽ നിന്ന് പിടിച്ച് മുന്നോട്ട് നിർത്തിയപ്പോൾ അവളുടെ കരഞ്ഞിളങ്ങിയ കണ്ണുകൾ കണ്ടവൾ ആവലാതിയോടെ ചോദിച്ചു. ഒപ്പം അരുണിനെ ദേഷ്യത്തോടെ നോക്കി. എന്താണ് നിന്റെ കൊച്ചിനെ ചെയ്തേ? സീത ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അരുണാണെങ്കിൽ എന്തു പറയണമെന്നറിയാ സീതയെ ആതിരയും മാറി മാറി നോക്കി. ഞാനൊന്നും ചെയ്തിട്ടില്ല. സീതയുടെ നോട്ടം കണ്ടതും അരുൺ നിഷ്കളങ്കനെ പോലെ പറഞ്ഞു. സീതയ്ക്ക് ചിരി പൊട്ടി. അവളുടെ ചിരി കണ്ടതും അരുണിനും ആശ്വാസമായി. അവർ രണ്ടുപേരും പരസ്പരം എല്ലാം പറഞ്ഞു തീർത്തല്ലോ അല്ലേ? സീത ചോദിച്ചു. ആതിര ചിരിയോടെ തന്നെ തലയാട്ടി. ഇനി കണ്ണു നിറയരുത്. എന്റെ കൊച്ചിനെ എനിക്ക് അറിയിച്ചാലുണ്ടല്ലോ, സീത രണ്ടുപേരോടായി പറഞ്ഞു. അരുൺ ആതിര അവനോട് ചേർത്ത് പിടിച്ചു. ഒരിക്കലുമില്ല. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന് തിരിച്ചു കിട്ടിയതായുള്ള എനിക്ക് എന്റെ ആദ്യ പ്രണയം. ഇവളുടെ കണ്ണിന് സന്തോഷം കൊണ്ടല്ല എന്നറിയില്ല. ഇതെന്റെ പെണ്ണിനും ആളിപ്പോൾ എനിക്ക് കിട്ടാൻ കാരണക്കാരിയായ എന്റെ ഏടത്തി കുഞ്ഞാ തരുന്ന വാക്കാണ്. അരുൺ ആതിരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീതയോട് പറഞ്ഞു. എനിക്കത് മതി. നിങ്ങൾ രണ്ടുപേരെയും താഴേക്ക് വിളിക്കുന്നുണ്ട്, വേഗം ചെല്ല്. സീത അതും പറഞ്ഞ് മുന്നേ നടന്നുപോയി. അവൾ പോയത് അവൾക്ക് പുറകിലായി അരുണും ആതിരയും പൂമുഖത്തേക്ക് ചെന്നു. നിറഞ്ഞ ചിരിയോടെ പുറത്തേക്ക് വന്ന ആതിരയും അരുണിനെയും കണ്ട് എല്ലാ മുഖങ്ങളിലും നിറഞ്ഞ പുഞ്ചിരി വിടുന്നു. അത് കണ്ട് അനി ദേഷ്യത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കണ്ടത് എല്ലാവരുടെയും സന്തോഷങ്ങൾക്ക് മങ്ങലേറ്റു. അത് കാര്യാക്കണ്ട, അവന്റെ കല്യാണക്കാര്യം പറഞ്ഞു വന്ന് അനിയന്റെ കല്യാണം ഉറപ്പിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടാവന്, അരുണിന്റെ അച്ഛൻ പറഞ്ഞു. ആതിര ദുഃഖം നിറഞ്ഞ മുഖത്തോടെ അരുണിനെ നോക്കി. അത് കുറച്ചും കഴിയുമ്പോൾ മാറിക്കോളും. എന്തായാലും അരുൺ ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലോ. അതുമല്ല, ചേട്ടൻ നിർത്തിക്കൊണ്ട് അനിയനെ കല്യാണം നടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തനിക്ക് കൂടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച ശേഷം 2 വിവാഹങ്ങൾ ഒരുമിച്ച് നടത്താം. എന്താ? അരുണിന്റെ അച്ഛൻ പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. ആതിരക്കും അരുണിനും അച്ഛനെ തീരുമാനം ശരിക്കും സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു. അന്ന് ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ അരുണിന്റെ തല ഉയർന്നു തന്നെയിരുന്നു. കുട്ടിക്കാലം മുതൽ മനസ്സിൽ സ്നേഹിച്ചു കൊണ്ടിരുന്ന പെണ്ണ് സ്വന്തമാകാൻ പോകുന്നു. ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിച്ചു. അവന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു. ആതിരയുടെ വീട്ടിലും തിരിച്ചു വന്ന ശേഷം അരുൺ അനിയെ തിരഞ്ഞെങ്കിലും അവന് കാണാൻ മാത്രം പറ്റിയിരുന്നില്ല. അരുൺ അടുത്ത ദിവസം മുതൽ പുതിയ ജോലിക്കായി പോയി തുടങ്ങി. ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ആതിരയും അരുണും കൂടുതൽ അടുത്തുണ്ടായിട്ടും പരസ്പരം ജീവനതുല്യം സ്നേഹിച്ചിട്ടും അറിയാതെ പോയ പ്രണയം
പരസ്പരം അറിഞ്ഞ ശേഷം അവർ രണ്ടുപേരും ആവോളം സ്നേഹിച്ചുകൊണ്ടിരുന്നു. ആൽത്തറയിലും ആമ്പൽക്കുളത്തിലും മഞ്ചാടി മരച്ചോട്ടിലുമായി അവരവരുടെ പ്രണയം പരസ്പരം പങ്കുവെച്ചും ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ആദ്രിയാരുണും ചേർന്ന് അനിയെ കണ്ട് സംസാരിച്ചു. അവരുടെ ഇടയിലെ ദേഷ്യവും വാശിയും പറഞ്ഞു തീർത്തു. അതോടൊപ്പം അരുണിന് അത്രയും നാൾ അന്യമായി നിന്നിരുന്ന സഹോദര സ്നേഹവും അച്ഛന്റെ സ്നേഹവും അവനിലേക്ക് വന്നു ചേർന്നു. ഇപ്പോൾ ആ വീട്ടിൽ കറുമ്പൻ എന്ന വിളി നന്നേ കുറഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് അരുണിന്റെ ആദ്രിയുടെയും വിവാഹം. ഒപ്പം അരുണിന്റെ ചേട്ടൻ അനിയുടെയും. അനിയോടൊപ്പം ജോലി ചെയ്യുന്ന ഐശ്വര്യയാണ് അനിയുടെ വധു. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി അനിയും അരുണും വിവാഹം നടക്കുന്ന അമ്പലത്തിലേക്ക് ചെന്നു. ആനന്ദവും ഐശ്വര്യയുടെ ആംഗളം അനുവും ചേർന്ന് വരന്മാരെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി. മുഹൂർത്തമണിക്കാറായതും ആതിരയും ഐശ്വര്യ അച്ഛന്മാരുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് വന്നു. താലപ്പൊലി പിടിച്ച കുട്ടികൾക്ക് പുറകിലായി പഴുക്കാമഞ്ഞ കളറിൽ ഗോൾഡൻ വർക്ക് ചെയ്ത പട്ടുസാരിയും ചുറ്റി സർവാഭരണ വിഭൂഷിതയായി അച്ഛന്റെ കൈ പിടിച്ച് നാണത്തോടെ തനിക്കരിയിലേക്ക് വരുന്ന ആതിരയെ അരുൺ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. ഇങ്ങനെ ചോരൂറ്റി കുടിക്കാതറ, അവള് നിന്റെ അടുത്തേക്ക് തന്നെയാ വരുന്നത്. അരുൺ ആതിരയെ നോക്കുന്ന കണ്ട് സീത അരുണിന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. അത് കേട്ടൊരു ചമ്മലോടെ അരുൺ അവളെ നോക്കി. ആതിരയും ഐശ്വര്യയും മണ്ഡപത്തിന് വലം ചുറ്റി. അനിയുടെ അരികിൽ ഐശ്വര്യയും അരുണിനരികിൽ ആതിരയും വന്ന് നിന്നു. മുഹൂർത്തമായതും അരുണിന്റെ അച്ഛനെടുത്തു കൊടുത്ത താലി അരുൺ ആതിരയുടെ കഴുത്തിലും അനി ഐശ്വര്യയുടെ കഴുത്തിലും ചാർത്തി. ഇരുകൈകളും കൂപ്പി ആതിരയും ഐശ്വര്യ ആ താലി ഏറ്റുവാങ്ങി. ശേഷം അരുൺ ആതിരയുടെ സീമന്തരേഖ തന്റെ പ്രണയത്തിന്റെ കുങ്കുമവർണ്ണം ചാർത്തി. ആതിരയുടെ അച്ഛൻ അവിടെ കൈപിടിച്ച് അരുണിന്റെ കയ്യിൽ കൊടുത്തും അവർ 3 വട്ടം മണ്ഡപത്തിന് വലം ചുറ്റി വന്ന് എല്ലാവർക്കും മുന്നിലായി നിന്നതും അരുണിനെയും ആതിരയെയും കണ്ട് പലരും അടക്കം പറഞ്ഞു. ചെറുക്കനെയും പെണ്ണിനെയും കണ്ട നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് വെച്ച പോലെയുണ്ട്. അത് കേട്ട് അരുണിന് ചെറിയ വിഷമമായെങ്കിലും ആതിര ഒരു ചിരിയോട് അരുണിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. 1000 കുടത്തിന്റെ വാ മൂടിക്കെട്ടാം, പക്ഷെ മനുഷ്യരുടെ വാ അതൊരിക്കലും മൂടിക്കെട്ടാൻ പറ്റില്ല. അവർ കുറച്ചാൽ ഇതും പറഞ്ഞ് നടക്കും. അടുത്തൊരു വിഷയം കിട്ടുമ്പോൾ അവർ അതിന്റെ പുറകെ പോകും. ഒരുമിച്ച് ജീവിക്കേണ്ട നമ്മളാ. ഏട്ടനെന്ന് പറയാൻ എനിക്കൊരിക്കലും ഒരു കുറവല്ല. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് എൻ്റെ ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി എപ്പോഴും ഈ കർമ്മന്റെ പെണ്ണായി ഞാനില്ലേ കൂടെ. ഇനി അഥവാ ആരെങ്കിലും ഇങ്ങനെ പറയുന്ന ഏട്ടൻ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പിള്ളേരെ വിട്ട് അവരെ അടുപ്പിക്കാൻ. ആതിര അവനെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു. അരുൺ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. പതിയെ അവന്റെ ചുണ്ടിലെ ഒരു ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും ഐശ്വര്യാനിയും കൂടി അവിടേക്ക് വന്നിരുന്നു. ശേഷം 4 പേരും അമ്പലത്തിലേക്ക് നടന്നു. തന്റെ പ്രണയത്തെ തന്നുടലിനോട് ചേർത്ത് വെച്ച്. പ്രണയമെന്നാൽ തന്റെ ജീവന്റെ പാതിയെന്ന് ഈ ലോകത്തിന് തന്നിലൂടെ കാട്ടിക്കൊടുത്ത ശിവപാർവതിമാരുടെ അനുഗ്രഹം വാങ്ങി അവർ 4 പുതിയൊരു ജീവിതത്തിലേക്ക്.